വെൽക്കം ടു കുക്കിംഗ് അപ്പ് സംതിങ് നൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഒരു ഈസി ടേസ്റ്റി ഹെൽത്തി ഹൈ പ്രോട്ടീൻ പനീർ ബുർജിയുടെ റെസിപ്പിയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 200 ഗ്രാംസ് ഗ്രേറ്റഡ് പനീർ. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് എടുത്തിരിക്കുന്നത്, അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അര ക്യാപ്സിക്കമാണ് വേണ്ടത്. ഒരു കളറിലെ ആണെങ്കിലും നമുക്ക് എടുക്കാം. എൻ്റെ അടുത്ത് 3 കളർ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ കസൂരി മേഥി, 1 ടീസ്പൂൺ ജീരകം, കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ തൈര്. ഇനി വേണ്ടത് എണ്ണ, ഉപ്പ്, കുറച്ച് സ്പൈസ് പൗഡേഴ്സ്. അത് ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഒരു പാൻ എടുത്ത് ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ, കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജീരകം ആഡ് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ്സ് ഫ്രൈ ചെയ്യുക, കരിയാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു 30 സെക്കൻഡ്സ് ടു 1 മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്യുക, കരിയാതെ. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവോള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സവോള സോഫ്റ്റ് ആൻഡ് കുറച്ച് ഗോൾഡൻ ആവുന്ന വരെ ഫ്രൈ ചെയ്യുക നല്ലോണം, ഒരു 2-3 മിനിറ്റ്സിലേക്ക്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് സവോള വേഗം കുക്കാവാനും കരിയാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. സവോള ആയി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്ന നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ക്യാപ്സിക്കമാണ്. ഡിഫറെൻറ്റ് കളേഴ്സ് എടുത്താൽ കുറച്ചും കൂടെ കളർഫുൾ ആയിരിക്കും. ഇത് ഒരു 2-3 മിനിറ്റ്സ് നല്ലോണം സോത്തേ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കുക്ക് ചെയ്യുക. അതായിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ടൊമാറ്റോ ആണ് ആഡ് ചെയ്യുക. ഇതൊരു 5-6 മിനിറ്റ് എടുക്കും. നല്ലോണം ഇളക്കി കൊടുത്ത് ക്ഷമയോടുകൂടി കുക്ക് ചെയ്യണം. ടൊമാറ്റോ പേസ്റ്റ് ആവണ്ട, സോഫ്റ്റ് ആയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ നല്ലോണം അടിച്ചു വെച്ച് 2 ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്യുക ഇതിലേക്ക്. ഫ്ലെയിം ലോ ആയിട്ട് വേണം തൈര് ആഡ് ചെയ്യാൻ. എന്നിട്ട് ഇട്ട ഉടനെ നല്ലോണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും. ഇതൊരു 2-3 മിനിറ്റ്സ് നല്ലോണം നിർത്താതെ ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്യും. പനീർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം മിക്സ് ചെയ്യുക, ഈ മസാലയൊക്കെ നല്ലോണം പനീറിലേക്ക് കോട്ട് ചെയ്യാനായിട്ട്. ഇതൊരു നല്ല ഹെൽത്തി ഹൈ പ്രോട്ടീൻ റെസിപ്പിയാണ്. ഒരു അരമണിക്കൂർ എടുക്കില്ല ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ ഡിന്നർ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതൊരു 2-3 മിനിറ്റ് നല്ലോണം ഇളക്കി കുക്ക് ചെയ്യണം. ഇതൊരു ലഞ്ച് ബോക്സ് നല്ല റെസിപ്പിയാണ്, മീൽ പ്രെപ്പിനും വേണ്ടി നല്ല റെസിപ്പിയാണ്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിട്ടിട്ട് നല്ലോണം ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്യുക. ഇതൊരു നല്ല വെയ്റ്റ് ലോസ് റെസിപ്പിയും കൂടെയാണ്. നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന പനീരല്ലാതെ വീട്ടിലുണ്ടാക്കുന്ന പനീർ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ ഹെൽത്തി ആക്കാം ഈ റെസിപ്പി, ആൻഡ് ലോ ഫാറ്റ്. ഇനി അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്യും. ഇത് ആയിട്ടുണ്ട്. ഇനി തുറന്നിട്ട് നമ്മൾ കൈയുടെ ഇടയ്ക്ക് വെച്ച് ക്രഷ് ചെയ്ത് കസൂരി മേഥി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. കസൂരി മേഥി നല്ലൊരു ടേസ്റ്റ് ആൻഡ് ഫ്ലേവർ തരും ഈ ഡിഷിന് വേണ്ടി. ഇനി നമ്മുടെ ഡിഷ് ആയിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച് മല്ലിയില ആഡ് ചെയ്ത് ഗാർണിഷ് ചെയ്യുക. ഇത് നമുക്ക് റോട്ടി, പറാഠ, ഏത് ചപ്പാത്തിയുടെയൊക്കെ കൂടെ കൂട്ടാനായിട്ടൊരു വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങളുടെ ഫേവറേറ്റ് പനീർ ഡിഷ് എന്താണെന്ന് കമൻസിലൊന്ന് പറയണേ. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.